കുറച്ചധികം സാധനങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇപ്പം 2 weeks ആയി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം കുറച്ച് സാധനങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ പണ്ട് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, പണ്ടല്ല, ഞാൻ കറൻലി ആണെങ്കിലും അവിടെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, ഞങ്ങളുടെ ഫോട്ടോസ്. അപ്പം അതിന് കുറച്ച് ഫോട്ടോസ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വരമാല പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് എടുത്തു വെച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം വാടി ഒരു പരിവായിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ, അതായത് പോകുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ ഐറ്റം നമ്മുടെ റെസിൻ നമുക്ക് പ്രിസർവ് ചെയ്യാനുള്ള ഐറ്റം, പിന്നെ വലിയ ഫ്രെയിമുണ്ട്. അപ്പം നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം കാര്യങ്ങളൊക്കെ. അതിനായിട്ട് ഞാനിവിടെ 2 റെസിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ബോട്ടിലാണ് കേട്ടോ വാങ്ങിച്ചത്. 2 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റെസിൻ്റെ ഇതിനകത്തിൽ ഹാർഡനറും അതുപോലെ തന്നെ റെസിനുമാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാനൊരു കപ്പിലേക്ക് അത് മാറ്റിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റെസിൻ യൂസ് ചെയ്യുന്ന ടൈമിൽ കയ്യിൽ ഗ്ലൗസോ അതുപോലെ തന്നെ മൂക്കിൽ മാസ്കോ വെക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ആ ടൈമിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാഞ്ഞത്. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ 2 സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് റെസിനായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അതിന് കളർ, അതായത് ഫസ്റ്റ് കോട്ടിങ്ങിൽ കളർ കൊടുക്കാനാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാനൊരു പിങ്ക് ഒരു ഷെയ്ഡ് വരുന്ന ഒരു അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ആ മിക്സ് ചെയ്ത റെസിനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അത് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കളറ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ലൈറ്റ് ഇരുന്നാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സാവധാനമായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക, വേറെ ഒന്നും കൊണ്ടിട്ടല്ല കേട്ടോ. അപ്പം ഈ ഒരു ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെസിനായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ കളറും അതുപോലെ തന്നെ ആ റെസിനും ഹാർഡനറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത ശേഷം നമ്മൾ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മോൾഡാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വലിയ മോൾഡ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കടയിൽ പോയത്, പക്ഷേ കിട്ടിയത് ചെറുതായിപ്പോയി. എന്തായാലും ഇനി നമുക്ക് ആ ഫസ്റ്റ് ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. കണ്ടില്ലേ, ഞാൻ ഈ ഒരു കളറാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കുറച്ചുകൂടെ ലൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം നമ്മളെല്ലാ സൈഡിലേക്കും ഒരേപോലെ തന്നെ ഈ ഒരു റെസിൻ അങ്ങോട്ട് ആക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 12 hours ഒക്കെ മതിയാവും ഇത് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ച ശേഷം ഞാൻ കുറച്ച് ഫ്രെയിംസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രെയിമെല്ലാം നമുക്കിനിയും സെറ്റാക്കി എടുക്കണം. ഫോട്ടോസും ഞാൻ ഓൾറെഡി പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ അല്ലായിരുന്നു എനിക്ക് പണി. ഞാൻ ആദ്യം സെറ്റാക്കുന്നത് A4 ഫ്രെയിംസാണ് കേട്ടോ. കുറച്ചധികം